ടെക്സ്റ്റിനെ മെർജ് ചെയ്യും. ഓക്കെ അല്ലേ? വി എഡ്ജ് മെർജ് ചെയ്യും. അതിനുശേഷം എഡ്ജ് മോഡ് എടുക്കുക. ഈ സ്പേസ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഈ എഡ്ജസിനെ ഈ എഡ്ജിനോട് കൂടിയിട്ട് ഈ എഡ്ജിനെ ഈ എഡ്ജിനോട് കൂടിയിട്ട് ഈ പ്രസ് ചെയ്താൽ റിപ്പീറ്റ് ആക്കി. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? നിങ്ങൾക്ക് മൂന്നടിച്ച് കഴിഞ്ഞാൽ ആ താഴത്തേക്കുള്ള ഷേപ്പ് വന്നേക്കുന്നതായിട്ട് കാണാം. എന്താ ഇവിടെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. എന്താ ഇവിടുത്തെ ഫേസിന്റെ ഉള്ളിലെ ഫേസ് ഞാൻ ഡിലീറ്റ് പറയാം. ഞാൻ എടുത്ത സമയത്ത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവില്ല. ഇതിലൂടെ ഡീപ്പായിട്ട് മനസ്സിലായാലും അത് മനസ്സിലാവുള്ളൂ. അതതിൻ്റെ ഉള്ളിലെ ഇതുണ്ടോ, ഞാൻ മെർജ് ചെയ്ത സമയത്ത് അതിനുള്ളിലെ ഫേസ് ഡിലീറ്റ് ചെയ്തില്ല. ഓക്കെ, അത് ജസ്റ്റ് ആ ഫേസിനെ എടുത്ത് ഡിലീറ്റ് കൊടുത്തു. അപ്പൊ അവിടെ ഒരു എന്തായി, എന്താ ഇവിടെ താഴെ നിന്ന് മെർജ് ചെയ്ത സമയത്ത് ഞാൻ അവിടുന്ന് ഫേസിനെ എടുത്താണെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് അതാണ് ഞാൻ ചെയ്തത്. ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഫിൽ ഹോൾ കൊടുത്താൽ മതി. മെഷീനകത്ത് പോവുക, മെഷീനകത്ത് മോഡിഫൈക്കകത്ത് പോവുക, ഫിൽ ഹോൾ മെഷീൻ്റെ അകത്ത് ഫിൽ ഹോൾ. അപ്പം അവിടുത്തെ മിസ്റ്റേക്കില്ല, ജസ്റ്റ് മൂന്നെത്തി കഴിഞ്ഞാൽ അത് ആ പ്രശ്നം അവിടെ ഉണ്ടാവും. മിസ്റ്റേക്ക് ഉണ്ടാവും ഇല്ല. ഇവിടെ ഈ ഇപ്പം ചേരാത്ത ഈ ഒരു വശത്ത് മാത്രമേ പ്രശ്നം കാണിക്കൂ. അവിടെ നമുക്കിവിടെ എന്ത് ചെയ്യണം, എടുത്ത സമയത്ത് എന്തൊക്കെയോ പോലെ ആയി പോയിട്ടുണ്ട്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. കുഴപ്പമില്ല, നമുക്ക് ആ അടുത്തത്തെ ഫേസ് ആവശ്യമില്ലാത്തത് കൊണ്ട് വലിയ കെയർ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ജസ്റ്റ് ഇവിടെ വന്നു ഈ ഫേസിനെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, നമ്മുടെ ഫേസ് ഡിലീറ്റ് ചെയ്ത് കളയുമ്പോൾ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തു. ഇപ്പൊ ഞാൻ പറഞ്ഞ പ്രശ്നമാണ് മനസ്സിലാക്കുക. മുമ്പേ നമ്മൾ എടുത്തപ്പോ ഇവിടെ ഈ ഫേസിനെ വെച്ചിട്ട് ഇങ്ങോട്ട് കണക്ട് ചെയ്യുകയാണ്. അപ്പൊ എന്ത് ചെയ്യും നോക്കുക, ഇവിടെ ഈ ഫേസിനെ ഞാൻ സെലക്ട് ചെയ്തിട്ട് എക്സ്ട്രൂഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ അടിയിലൊരു ഫേസോടെ ഞാൻ ഈ ഫേസിനെ ഡിലീറ്റ് ചെയ്ത് കളയാം. ഫേസിനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ ഇതിന്റെ അടിയിലൊരു ഫേസോടെ വന്നേക്കുന്നതായിട്ട് കാണാം. ഉണ്ടോ, ഈ ഒരു ഫേസ് വന്നേക്കുന്നുണ്ടോ? പക്ഷെ ആ സ്ഥാനത്ത് ഞാൻ അങ്ങനെയല്ല, ഇവിടെ നിന്ന് തന്നെ ഡിലീറ്റ് ചെയ്തതിനു ശേഷം ജസ്റ്റ് എഡ്ജസിനെ മാത്രമാണ് ഞാൻ കൊണ്ടുവരുന്നെങ്കിലോ, 3 എഡ്ജസിനെ മാത്രം എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അവിടെ ഒരിക്കലും ഉണ്ടോ, അത് കാണിക്കാനാണ് ഞാൻ പറഞ്ഞത്. W ചെയ്തിട്ട് ഓഫ് ചെയ്തു. ടെക്സ്റ്റ് മോഡ് എടുത്തു, വി പ്രസ് ചെയ്ത് സ്നാപ്പ് ചെയ്തു. ഇവിടെയും വി പ്രസ് ചെയ്തുകൊണ്ട് സ്നാപ്പ് എഡ്ജസ് എടുക്കുക, ഈ എഡ്ജും
ഇവിടുത്തെ ഫേസ് ഡിലീറ്റ് ചെയ്ത് കളയണം. എഡ്ജ് എടുത്ത ഈ എഡ്ജും ഈ എഡ്ജ് എടുത്തിട്ട് എഡ്ജും എഡ്ജോടെ പ്രസ് ചെയ്താൽ മതി. ജി എന്ന് വെച്ചാൽ ഏതൊരു ആക്ഷൻ്റെയും റിപ്പീറ്റ് ആണ്. അങ്ങനെ നമുക്കിത് ചെയ്യാം. മറിച്ച് വർക്കായി കാണാറുണ്ട്. വീക്ക് ഒരു പ്രശ്നമുണ്ട്. നമ്മളോർക്കും മർജായി നഷ്ടം, നമ്മളത് വിട്ടുപോകും. ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കിട്ടിയല്ലോ നോക്കുമ്പോൾ മർജ് ചെയ്യാതെ നോക്കും. അത് നമുക്ക് പിന്നീട് ഒത്തിരി പണികളിലേക്ക് അതുകൊണ്ട് മർജ് ചെയ്ത് പോകാനുള്ള ഓപ്ഷൻ എടുത്തു. ആ ഒരു കലിപ്പ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഓക്കെ, ജസ്റ്റ് എനിക്ക് ഈ നടുക്കത്തെ ഫേസ് വേണ്ടാത്തതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യണം, എനിക്ക് ആ ഫേസ് ഡിലീറ്റ് ചെയ്ത് കളയണം. അതുപോലെ തന്നെ ഇവിടെ നോക്കുക, ഇവിടെ ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ തള്ളി നിൽക്കും. അത് ഒരു സ്മൂത്ത് ആയിട്ടാണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ അറേഞ്ച് ചെയ്ത് ഈ രണ്ട് വെർട്ടെക്സ് എടുത്തു, ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് ഈ രണ്ട് വെർട്ടെക്സ് എടുത്തു, ഡബ്ല്യു അറേഞ്ച് ചെയ്തു. നമ്മുടെ കസേരയുടെ പണി ഏകദേശം തീർന്നാണ്. ഇനി അഡീഷണൽ ആയിട്ടൊന്നും ചെയ്യാനില്ല. ഫ്രീ വരുന്നതിന് മാത്രം, അതായത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഈ രണ്ട് കൈകളിൽ നമുക്കൊരു കസേര കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് മൂന്നെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഓപ്ഷൻ വരും. ഇവിടെ ക്ലിയർ ആയിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ജസ്റ്റ് ഒന്നടിക്കുക. ഈ നടുക്കത്തെ വെർട്ടെക്സ് മാത്രം ഡ്രാഗ് ചെയ്യുക, ഒന്ന് മേളിലേക്ക് വെക്കുക. ഇവിടെ നടുക്കല്ലാത്തത് കൊണ്ട് ജസ്റ്റ് അതിനെ നടുക്കി ആക്കുക. ഷേപ്പ് അവിടെ ആയിട്ടുണ്ട്.